ഹായ് എവരി വൺ. അപ്പോൾ ഓണക്കല്ലേ വരാൻ പോണേ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ പഴയ ഷോളുകളും വെള്ളമുണ്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് കഞ്ഞി മുക്കാതെ നമുക്ക് എങ്ങനെയാണ് നല്ല വടി പോലെ ആക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇതിപ്പോൾ ധാവണിക്ക് ഉടുക്കണ ഒരു ഷോളാണ് കേട്ടോ. ഇത് നല്ല പോലെ ഇങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞ് ഇരിക്കണേ കേട്ടോ. ഇത് കഞ്ഞിവെള്ളം മുക്കാന്ന് വിചാരിച്ചാൽ ഇപ്പം നല്ല മഴയല്ലേ പെയ്യണേ. കഞ്ഞി മുക്കി കഴിഞ്ഞാൽ നല്ല വെയിലത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ കഞ്ഞിമുക്കലല്ലാതെ വേറൊരു രീതിയിൽ നമുക്കിത് നല്ല പോലെ സ്റ്റിഫാക്കിയിട്ട് എടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ അലോവേരയുടെ പൂവാണ് കേട്ടോ. ഇതുമ്പോൾ ഇങ്ങനെ പൂവുണ്ടാവുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയണേ കേട്ടോ. ഇത് നീളനൊരു കൂമ്പ് മുകളിലേക്ക് വന്നിട്ട് അതുമ്മേ പൂവുണ്ടായിക്കണം കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിലിനി വിത്തുണ്ടാവുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതിപ്പോൾ 4-5 ദിവസമായിട്ടാണ് അങ്ങനെ മുട്ടായിട്ട് നിൽക്കണു. ഇത് പൂവാവോന്ന് അറിയില്ല. ഇനി നമുക്ക് തുണി അങ്ങനെ ആക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, നമ്മൾ എടുത്തിട്ടുള്ള ആ തുണി മുങ്ങാനുള്ള പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും മൈദപ്പൊടി എടുത്തിട്ട് കലക്കി കൊടുക്കുക കേട്ടോ. നല്ല കൈ എടുക്കാതെ കലക്കണം കേട്ടോ. കട്ടയാവാതെ നന്നായി ഇളക്കി കൊടുക്കണേ. അതിങ്ങനെ തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം എന്താ ഇതുപോലെ ഒന്ന് തള വരുന്ന ടൈമിൽ നമുക്ക് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മളത് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. പക്ഷെ അത് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അതിൻ്റെ പൊടിയോ അതേതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റിഫായി നിൽക്കുന്നത് മൈദയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ തുണി അതിൽ നന്നായി മുക്കി കൊടുത്തു. അതിൻ്റെ എല്ലാ ഭാഗവും ആ വെള്ളത്തിൽ മുങ്ങണ പോലെ നന്നായി അതിൽ കുതിർന്ന് നനഞ്ഞ് വരുന്ന വരെ മുക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ സാധാരണ തുണി പിഴിയില്ലേ അതുപോലെ എടുത്ത് പിഴിഞ്ഞെടുത്തു. വേണമെങ്കിൽ കുറച്ച് നേരം 5 മിനിറ്റ് അതിൽ മുക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല വടി പോലെയാവും. എന്നിട്ട് അത് നന്നായിട്ട് കുടഞ്ഞെടുക്കുക കേട്ടോ. നല്ല പോലെ കുടഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ ഡബിൾ മുണ്ടൊക്കെ തിരുമ്പുമ്പോൾ കുടഞ്ഞ് തോരയിടില്ലേ അതുപോലെ നന്നായി അതിൻ്റെ അരികു ഭാഗമൊക്കെ നന്നായി നിവർത്തി എടുത്തിട്ട് കുടഞ്ഞെടുത്തിട്ട് നമ്മൾ അയയിൽ വിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല വെള്ള തുണിയാണെങ്കിൽ നമുക്കിതിൽ വേണമെങ്കിൽ 1-2 തുള്ളി ഉജാലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെള്ള നിറം കിട്ടും. ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണല്ലോ, പിന്നെ ഗോൾഡൻ കളറും, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാനിത് കുടഞ്ഞ് നിവർത്തിയെടുത്തിട്ട് അങ്ങനെ നേരെ തന്നെ അയയിൽ വിരിച്ചു കൊടുത്തു കേട്ടോ. നല്ല വെയിലത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായി ഉണങ്ങി കിട്ടും. പക്ഷേ നല്ല മഴയാണിന്ന്, അതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിലാട്ടാണ് വിരിച്ചു കൊടുത്തേ. ഇതിപ്പോൾ നമുക്ക് കോട്ടൺ സാരിയിലോ ഷർട്ടിലോ എന്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നന്നായി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല ചുളിവുകളൊക്കെ നീർന്ന് നല്ല വൃത്തിയായി കിട്ടുമേ. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അഴയുമെന്ന് എടുത്ത് കൊടുന്നിട്ട് നല്ല സ്റ്റിഫായിട്ട് നിന്നായിരുന്നു. അപ്പോൾ ചുളിവുകൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവസാനം ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കണേ. കണ്ടോ, ഇപ്പോൾ ഇത് പുതിയതുപോലെ ഉടയാതെ നല്ല വടി പോലെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. ഓരോ പ്രാവശ്യം എടുത്തതിന് ശേഷം പിന്നെ കഴുകി കഞ്ഞി മുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സായിട്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.